അടുത്തത് വന്നിട്ട് താഴെ കുറേ എഫക്ട്സ് ഉണ്ട്. ബ്ലെൻഡ്, കോണ്ടൂറ്, ഡിസ്റ്റോട്ട്, ഡ്രോപ്പ് ഷാഡോ, ഐ ഡ്രോപ്പർ, എക്സ്ട്രൂഡ്, ട്രാൻസ്പെറൻസി. ഇതൊക്കെ കുറേ അഡീഷണൽ എഫക്ട്സ് ആണ്. നമുക്ക് ചില ഡിസൈനിങ്ങിന് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ എഫക്ട്സ് എന്താ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ആദ്യം ബ്ലെൻഡ് പറഞ്ഞാൽ ബ്ലെൻഡ് ചെയ്യുക എന്താ പറയാ ശരിക്കും പറഞ്ഞാൽ അത് എന്താ എങ്ങനെയാ പറഞ്ഞാൽ. അപ്പോൾ ഒരു ബോക്സ് വരച്ചു, എന്നിട്ട് ഒരു സർക്കിൾ വരച്ചു ഇവിടെ. ഒരു ബോക്സും വരച്ചു, ഒരു സർക്കിൾ വരച്ചു. എന്നിട്ട് ബ്ലെൻഡ് ടൂൾ എടുത്തിട്ട് ബോക്സിന് സെലക്ട് ചെയ്തിട്ട് പതുക്കെ സർക്കിൾ കൊണ്ടുപോയി. അപ്പം എന്തായി, ബോക്സിൽ നിന്ന് സർക്കിളിലേക്ക് ഒരു എന്താ പറയുക ഒരു ജേണി ഉണ്ട് അവിടെ ഉണ്ടാ. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും ബോക്സ് സർക്കിളായിട്ട് മാറാൻ, ഒരു പുഴു പൂമ്പാറ്റിയായിട്ട് മാറാനുള്ള ഒരു ജേണി ഇല്ല, അതേപോലെ ബോക്സ് സർക്കിളായിട്ട് മാറാനുള്ള ഒരു ജേണി. അപ്പോൾ എത്ര സ്റ്റെപ്പ് വേണമെന്നുള്ളത് ഇതിൽ കാണിക്കുക. നമുക്ക് ഇവിടെ ഉണ്ട് സ്റ്റെപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 20 സ്റ്റെപ്പാണ് അതിൻ്റെ ഇടയിൽ കാണിക്കുന്നത്. നമുക്ക് വീണ്ടും ഇതിനെ സെലക്ട് ചെയ്യാം. ബോക്സിനെ സർക്കിൾ സെലക്ട് ചെയ്ത കുറച്ച് ഇത്രയും ഡിസ്റ്റൻസിൽ വെച്ചു വേണ്ട. അത് 20 സ്റ്റെപ്പിന് അവിടെ ക്ലിക്ക് ചെയ്താൽ ബ്ലെൻഡ് നമുക്ക് ഡീറ്റെയിൽസ് കാണും. 20 എന്നുള്ളത് ഞാൻ കുറച്ചു 19, 18, 17 ആകുമ്പോൾ എന്തായി, ഇടയിലുള്ള ബോക്സുകളുടെ എണ്ണം കമ്മിയായി. ഓക്കെ, അവസാനം 2 1 നിർത്തി. 1 നിർത്തി കഴിഞ്ഞാൽ, അതായത് സ്ക്വയറിനും സർക്കിളിനും ഇടയ്ക്ക് ഒരു ഷേപ്പ് ക്രിയേറ്റ് ആവുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരിക. അതായത് സ്ക്വയറും അല്ല സർക്കിളും അല്ല. അത് സ്റ്റെപ്പ് 2 ആക്കി കഴിഞ്ഞപ്പോൾ എന്തായി, അതിന് ആ ഇടയിലുള്ള അതിന് 1 2ആയി. അങ്ങനെ തന്നെ കൂട്ടുമ്പോൾ കുറേ അഡീഷണൽ ബോക്സസ് വരും. ഓക്കെ, ഇതിപ്പോൾ ബോക്സ് മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ. ഇതിനെ കളറാക്കി കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ഇതേ പൊസിഷനിൽ തന്നെ ഞാൻ ബോക്സിന് മാത്രം സെലക്ട് ചെയ്തു. ബോക്സിന് ഞാൻ റെഡ് കൊടുത്തു, റൗണ്ടിന് വന്നിട്ട് ഒരു ബ്ലൂ കൊടുത്തു. അപ്പം എന്തായി, ഷേപ്പിലും ബ്ലെൻഡ് ആവുന്നുണ്ട്, കളറിലും ബ്ലെൻഡ് ആവുന്നുണ്ട്. അതായത് റെഡിൽ നിന്ന് ബ്ലൂയിലേക്കുള്ള ഒരു ജേണി. ഞാൻ യെല്ലോ ആക്കി കഴിഞ്ഞാലോ റെഡിൽ നിന്ന് യെല്ലോയിലേക്കുള്ളത്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഒരു കളർ കോമ്പിനേഷൻ എടുക്കാനുള്ള ഒരു മാതൃകയാണ് ഈ സാധനം. ഇപ്പോൾ ഇവിടെ താഴെ കാണുന്നില്ലേ, അതായത് ബ്ലാക്ക് നിന്ന് വൈറ്റിലേക്ക് ഒരു ചെറിയ ബ്ലെൻഡ് തന്നെയാണ് അവിടെ നടക്കുന്നത്. ഞാനിവിടെ ബ്ലാക്ക് കൊടുത്തു, ഇവിടെ വൈറ്റ് കൊടുത്താൽ അതേ സാധനം തന്നെ നടക്കുക കണ്ടാ. ആ ബ്ലെൻഡാണ് ഇവിടെ താഴെ കാണുന്നത്. അതേപോലെ നമുക്ക് റെഡിൽ നിന്ന് യെല്ലോയിലേക്കുള്ള ബ്ലെൻഡും ഗ്രീനിൽ നിന്ന് യെല്ലോയ്ക്കുള്ള ബ്ലെൻഡും നമുക്ക് കളർ കോമ്പിനേഷൻ നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാനും പറ്റും. ഇനി ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനും നമുക്ക് പറ്റും. സെപ്പറേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ Ctrl+K ബ്രേക്ക് ചെയ്യാം. Ctrl+K അടിച്ചു കഴിഞ്ഞാൽ ബ്രേക്കായി. ഇനി ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും നടുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്രൂപ്പായിട്ടായിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് നമ്മൾ വരച്ച ഷേപ്പ് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. ഇടയിൽ ക്രിയേറ്റ് ആയ ബ്ലെൻഡ് ഇല്ലേ, അത് ഗ്രൂപ്പായിട്ട്, അത് ഗ്രൂപ്പ് അവിടെ ആയിരിക്കും കാണാൻ പറ്റുക. അൺഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതാണ് ബ്ലെൻഡ്. ഇതിപ്പോൾ ഞാൻ ബ്ലെൻഡ് ഷേപ്പിലാണ് കാണിച്ചത്. ഇതിനൊരു ഔട്ട്ലൈൻ ബ്ലെൻഡ് ചെയ്ത് അങ്ങനെ സംഭവിക്കുന്നത് കാണിച്ചു തരാം. അതിന് ഞാൻ പെൻ ടൂൾ എടുത്തിട്ട് ഒരു ലൈന് വരച്ചു, ചെറിയൊരു ഔട്ട്ലൈൻ വരച്ചു. ഔട്ട്ലൈൻ ഒരു റെഡ് കളർ കൊടുക്കാം. അതിനെ തന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തു അങ്ങനെ. ഇനി ആ ബ്ലെൻഡ് ടൂൾ എടുത്തിട്ട് ഈ ലൈനിൽ പിടിച്ചിട്ട് ക്ലിക്ക് ചെയ്യുക, ഈ ലൈനിൽ ജോയിൻ ചെയ്തു. എന്തായി, ചെറിയൊരു ഔട്ട്ലൈനിൻ്റെ ഒരു ഡിസൈൻ വന്നില്ലേ. കളർ മാറ്റിയാൽ അതിനനുസരിച്ച് കളറും മാറും. അതിനിവിടെ ഒരു ഡാർക്ക് ബ്ലൂ കൊടുക്കാം. അതിൻ്റെ സ്റ്റെപ്പുകൾ കൂട്ടിക്കഴിഞ്ഞാൽ ലൈനുകളുടെ എണ്ണം കൂടും. അപ്പോൾ ഈ ലൈന് മാത്രം ഞാൻ സെലക്ട് ചെയ്തിട്ട് ഒന്നും കൂടി നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിസൈൻ ഓരോന്നും മാറും. ക്ലിക്ക് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഇതല്ലേ. ഇതിനൊക്കെ എങ്ങനെ ഇത് ഭംഗി വരാൻ കാരണം പറഞ്ഞാൽ ഓരോന്നും അതിൻ്റെതായ ഈക്വൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഓരോന്നും തോന്നിയ പോലെ ഡിസൈൻ വന്നു കഴിഞ്ഞാൽ എന്താവും, കാണാൻ വൃത്തികേടായിരിക്കും. ഇത് ബ്ലെൻഡ് അതിൻ്റെതായ ഒരു ഡിസ്റ്റൻസ്, ഓരോ ലൈനും എത്ര ഡിസ്റ്റൻസ് വേണമെന്ന് കറക്റ്റായിട്ട് കീപ്പ് ചെയ്ത് തരാൻ നമുക്ക് ആ ഒരു ഭംഗി ഫീൽ ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കുറേ വർക്ക്സൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഈ സാധനം ബ്ലെൻഡ് ഞാൻ ഈ ടേബിൾ വർക്കിന് ഞാൻ യൂസ് ചെയ്യും ചില സമയത്ത്. ഞാൻ ലാസ്റ്റ് മുന്നേ ടേബിൾ വർക്ക് പറഞ്ഞില്ലേ, അത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണതിന് പകരം ഞാൻ ഇതേപോലെ ലൈൻ എടുത്ത് വരയ്ക്കും. പിന്നെ വരച്ച ശേഷം
ഒരു ലൈൻ എടുത്ത് താഴെ വരയ്ക്കും. അതേപോലെ ഷിഫ്റ്റ് പിടിച്ചിട്ട് താഴെ വെച്ച് വരച്ചിട്ട് ഈ ബ്ലെൻഡ് ടൂൾ എടുത്തിട്ട് ഒരു വര വരയ്ക്കാൻ കിട്ടും മുകളിൽ. അപ്പോൾ എത്ര ലൈന് വേണമെന്ന് ഞാൻ ഇവിടെ അടിച്ചു കൊടുത്താൽ മതി. അത്ര ഡിസ്റ്റൻസിൽ ഓട്ടോമാറ്റിക്കലി അത് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് കൺട്രോൾ കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈന് സെപ്പറേറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാനും പറ്റും ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ബ്ലെൻഡ് ടൂൾ വെച്ചിട്ട് യൂസ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു യൂസ് പറഞ്ഞതാണ്. അതുപോലെ ഓരോ ഭാഗത്തും നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഞാൻ ഈ പറഞ്ഞ ഓരോ ടൂൾസ് ഇത് ടൂൾസിൻ്റെ ബിഹേവിയർ മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് വർക്കൗട്ട് ചെയ്തെടുക്കാൻ എന്തൊക്കെ യൂസ് ചെയ്യാന്നുള്ളത് ഇത് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആ നേരത്ത് ഇപ്പോൾ ഇത് ബ്ലെൻഡ് ടൂൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഐഡിയ വരണം. ഓക്കെ, അതിന് താഴെ കോണ്ടൂർ എന്ന് പറയും. ബ്ലെൻഡ് പോലെ തന്നെയാണ്, പക്ഷെ കുറച്ച് ഡിഫറൻസ് ആണ്. ബ്ലെൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്ന് പുറത്തോട്ട് ഒരു ട്രാവലാണ്. കോണ്ടൂർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സബ്ജക്റ്റിൽ നിന്ന് തന്നെ വരും. ഇപ്പോൾ ഞാൻ ഒരു ബോക്സ് വരച്ചു, ഞാൻ ബോക്സ് അകത്ത് നിങ്ങൾക്ക് ഒരു ബോക്സ് അങ്ങനെ ഷിഫ്റ്റ് പിടിച്ചിട്ട് ഇങ്ങനെ ചെറുതാക്കും അല്ലേ? അങ്ങനെയൊക്കെ കൊടുക്കുന്നതിന് പകരം നമുക്ക് കോണ്ടൂറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക, താഴോട്ട് വെച്ച് കഴിഞ്ഞാൽ ചെറുത് വരും, പുറത്തോട്ട് നീക്കി കഴിഞ്ഞാൽ പുറത്തോട്ട് വരും. ഓക്കെ, ഞാൻ ഇതിന് കളർ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? അടുക്കളയിൽ ഞാൻ റെഡ് കളർ കൊടുത്തു. കളർ കൊടുത്തപ്പോൾ കോണ്ടൂറിൽ വന്നിട്ട് ബ്ലാക്ക് ആയി. നമുക്ക് ഇവിടെ അതിന് കളർ മാറ്റാം, യെല്ലോ കൊടുത്തു. ഓക്കെ, നമുക്ക് കളർ മുകളിൽ നിന്ന് മാറ്റാത്. ഔട്ട്ലൈനാണ് ഈ കോണ്ടൂറിൻ്റെ ഔട്ട്ലൈന്, ഇത് കോണ്ടൂറിൻ്റെ ഫില്ല്. പിന്നെ ഇത് ഞാൻ വരച്ച ബോക്സിൻ്റെ കളറാണ് താഴെ റെഡ്. അപ്പോൾ കോണ്ടൂറിൻ്റെ സ്റ്റെപ്പ് ഒന്നേ ഉള്ളൂ. ആ സ്റ്റെപ്പ് രണ്ടാക്കി കഴിഞ്ഞാൽ എന്തായി? യെല്ലോനും റെഡിനും ഇടയിലുള്ള കളർ വരും. ഇനി കൂട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡിവൈഡ് ചെയ്ത് വരും. നമുക്കിതിന് ചെറുതാക്കാം. കോണ്ടൂറിൻ്റെ ഡിസ്റ്റൻസ് ഇത് അവിടെ കാണുന്നുണ്ട്. ഡിസ്റ്റൻസ് ചെറുതാക്കി കഴിഞ്ഞാൽ മൊത്തം ബോക്സ് ചെറുതാവും. കോണ്ടൂറിന് അകത്താക്കണം പറയുന്നത് അതായത് കോണ്ടൂർ ടൂൾ എടുത്തു. ഇതാ യെല്ലോനെ പിടിച്ച് താഴോട്ട് പിടിച്ച് നീക്കി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോയി. ഓക്കെ, ഇതിന് അതേപോലെ തന്നെ കൺട്രോൾ കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് മേക്ക് ചെയ്ത കോണ്ടൂറൊക്കെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വരും, അൺഗ്രൂപ്പ് ചെയ്യാം. കാരണം ഇതാണ് നമ്മൾ വരച്ച ഈ ഒരൊറ്റ ബോക്സേ ഉള്ളൂ. ഇതിന് കളർ കോണ്ടൂറിൻ്റെ കളറ് ഞാൻ യെല്ലോ കൊടുത്തു. ബാക്കി അതിന് ക്രിയേറ്റ് ചെയ്ത് എത്ര ഉണ്ടോ അതൊക്കെ നമുക്ക് കിട്ടും. ഈ ബ്ലാക്ക് ഒക്കെ ഔട്ട്ലൈനാണ്. മൊത്തം സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്ലൈനൊക്കെ പോകണ്ട. ഇത് ഒരു ഡിസൈനാണ്, ഒരു എഫക്റ്റാണിത്.